ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കയും ബീഫും കൂടെ ഗ്രേവി ടൈപ്പിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കൂർക്കയും ബീഫും കൂടെ ഗ്രേവി ആയിട്ടും വെക്കും, അല്ലാണ്ടും വെക്കും. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഗ്രേവി ടൈപ്പിൽ വെക്കണതാണ് കേട്ടോ. അതിന് വേണ്ടി ഇതേ ബീഫ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ മുളക് നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ ദേ ഇവിടെ എല്ലാം അരിഞ്ഞ് ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഉണ്ട് അവിടെ, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ, പിന്നെ കൂർക്ക കുറച്ച് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് ഹാഫ് വേവിൽ എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഫുള്ളായിട്ട് വേവിച്ചിട്ടില്ല, ഹാഫ് വേവ്, ഹാഫും വേണ്ട അതിനേക്കാളും കുറച്ച് വേവിൽ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. കൂർക്ക നമുക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ, കൂർക്ക നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള, തക്കാളി, പിന്നെ ആ പൊടികൾ, ബീഫ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതേ ബീഫ് നന്നായിട്ട് വെള്ളം ഒക്കെ വാർന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, ബീഫ് വേവിക്കുന്നത്. അപ്പോൾ ആ കുക്കറിലേക്ക് കഴുകി വാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഫിലൊരു തരി പോലും വെള്ളമില്ല കേട്ടോ. നമ്മൾ കഴുകി ഇങ്ങനെ വെള്ളം വാർക്കാൻ വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഒരു തരി പോലും വെള്ളമില്ല. പക്ഷേ ബീഫ് വെന്ത് കഴിയുമ്പോൾ എന്തായാലും അതിൽ നിന്ന് വെള്ളം ഊറും. അപ്പോൾ ആ കഴുകിയെടുത്ത ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ഒന്നാകെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്, ഇത് ഇങ്ങനെ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. വഴറ്റിയൊന്നും സമയം മുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഇത്രയും ബീഫിൽക്ക് ഇത്രയും സവാള വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, പക്ഷേ കൂർക്കയും കൂടെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം. അതാണ് കേട്ടോ അത്രയും എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്, നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി എടുക്കാം, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി വേണ്ടവർക്ക് മല്ലിപ്പൊടി ഇടാം. ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അറബിക് സ്പൈസസ് ആണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും പൊടികൾ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കണില്ല. വെള്ളം ചേർക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് വെന്ത് കഴിയുമ്പോൾ സവാളയിൽ നിന്നും ബീഫിൽ നിന്നും വെള്ളം ഊറും. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ വെള്ളം കൂടുള്ളൂ. ശരിക്കും ഇതിനകത്തേക്ക് വെള്ളം വേണ്ട. ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അത്യാവശ്യം വെള്ളമായിട്ടുണ്ടാവും ഇതിനകത്ത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണില്ല കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ബീഫിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് പറ്റുന്ന വിധം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കണ്ടില്ലേ മിക്സായി വന്നിട്ടുണ്ട്. സവാളയും തക്കാളിയും പൊടികളും ബീഫും ഒക്കെ പാടെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടച്ചിങ്ങാനിട്ട് വേവിക്കാനായിട്ട് വെക്കണം. പിന്നെ ഓരോരുത്തരെ കുക്കറിന് ഓരോ വേവല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ബീഫ് ഹാഫ് വേവല്ല കേട്ടോ. ഓൾറെഡി കൂർക്ക നമ്മൾ വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ, പകുതി വേവിൽ വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ ബീഫ് മുഴുവനായിട്ട് വെന്തോട്ടെ കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കുക്കറിന് എത്ര വിസിലാണോ വേണ്ടത് അത്രയും വിസിൽ ബീഫ് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അതിനകത്ത് ഒരു തരി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് എന്തോരം വെള്ളം വന്നിരിക്കണമെന്ന് നോക്കി. അപ്പോൾ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫിൻ്റെ ഇതും സവാളയുടെ ഇതും കൂടെയാണ് അത്രയും വെള്ളം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബീഫിൻ്റെ നെയ്യും കൂടെയാണ് കേട്ടോ, നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇതിനി കുറച്ച് നേരം മാറ്റി വെച്ച് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇത് കറി വെക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഇത് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കുത്തുമണമൊക്കെ നന്നായിട്ട് പോണ വിധത്തിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന മുളകിനേക്കാൾ കൂടുതൽ വേണ്ടവർക്ക് അത്ര ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ നാടൻ മുളക് ആയതുകൊണ്ട് മുളകിനും അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രൈക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എടുക്കും. ഇതിപ്പോൾ കറിക്ക് ആയതുകൊണ്ട് കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്രയും മുളക് എടുത്തിട്ടുള്ളൂ. എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മുളക് എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ഇനി നമുക്കൊന്ന് ഈ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി മൂപ്പിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല കേട്ടോ, മൂത്ത് വന്നിട്ടുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പൊടികളൊന്നും ഇപ്പോൾ വേറെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഇത് അതിനകത്തേക്ക് ആ ഗ്രേവിയോടുകൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂപ്പിച്ചതും ഈ ബീഫും ഒക്കെ പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെന്ത് ചെയ്യണം, ഇത് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 തരം പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. ഇതിലിപ്പോൾ 2 തരം കാണിക്കുന്നുള്ളൂ ഇട്ടിരിക്കുന്നത്. കറി മസാലപ്പൊടിയും കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പുണ്ടോയെന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ നല്ല ജീരകത്തിൻ്റെ പൊടി കറി മസാലയുടെ പൊടിയൊക്കെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി ഇച്ചിരി അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ പാടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ പൊടികളിട്ടിട്ട് അതിൻ്റെ എരിവും ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇതിനകത്തേക്കൊന്നും ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ അതാ നമ്മുടെ ഇതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂർക്ക നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ കൂർക്ക നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് കൂർക്ക ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അധികം ഇത് വറ്റാനായിട്ട് നിൽക്കണില്ല. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂർക്കയുടെ വേവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് വേവാൻ നിൽക്കരുത്. മുഴുവനായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതാകെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കൂർക്കയുടെ വേവ് ഒരു ഹാഫ് വേവ് വേണമെന്നില്ല, അതിനേക്കാൾ കുറച്ച് വേവ് ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ ഇതിനകത്ത് കിടന്ന് തിളയ്ക്കുമ്പോൾ ഓൾറെഡി വെന്തോളും അത്. അപ്പോൾ അതാ അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ അതാ കൂർക്കയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ബീഫിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ ആ കൂർക്കകൾക്കും കൂടെ പിടിച്ച് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് കൂർക്ക വേവിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വറ്റിച്ചെടുത്താൽ മതി. ടൈപ്പ് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് കൂർക്ക ഇതിനകത്തേക്ക് വേവിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വെക്കണവരുണ്ട്. അപ്പം ഈ രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും ടേസ്റ്റ് നോക്കുന്നുണ്ട് എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. അപ്പോൾ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വറ്റരുത്, ചെറുതായിട്ടൊന്ന് വറ്റണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ഗ്രേവി ഒന്നൊരു കുറുക്ക് പോലെ ആവണ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ഇതിനകത്തേക്ക് ഒരു തരി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ ബീഫിൻ്റെ വെള്ളമാണ്. ഇതൊന്ന് മുഴുവനായിട്ട് വറ്റിയത്, ഇതൊന്ന് ചെറുതായിട്ട് വറ്റി ഗ്രേവി ഒരു കട്ടി ടൈപ്പ് ഗ്രേവിയായി വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ആ ചുട്ടത്തിരുന്ന് കഴിഞ്ഞിട്ട് കറക്റ്റ് പാകമായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഗ്രേവി ടൈപ്പിൽ കൂർക്കയും ബീഫും വെക്കാറ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൂർക്കയും ബീഫും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.